രമേശ് പിഷാരടി മുന്നിൽ. നോക്കട്ടെ 4-9-5-5. നേമത്തും തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിൽ. എൻഡിഎ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി. എന്ന് പറഞ്ഞ ബൂത്തിൽ ബിജെപിക്ക് ആകെ കിട്ടിയത് ഒരൊറ്റ വോട്ടാണ്, ഒരേ ഒരു വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. കൊണ്ടോട്ടിയിൽ LDF ലീഡ് ചെയ്യുന്നു 1188 വോട്ടിന്റെ ലീഡാണ്. എലത്തൂരിൽ ശശിധരന്റെ എലത്തൂരിൽ 1755 വോട്ട് UDF വിദ്യാബാലൻ ബാലകൃഷ്ണൻ. കൊണ്ടോട്ടിയിൽ LDF ഡോക്ടർ PGG 89 UDF LDF 49 NDA 2. പയ്യന്നൂരിൽ LDF ലീഡ് കുറയുകയാണ്. ഹഷ്മീദ വീണ്ടും പയ്യന്നൂരിൽ LDFന്റെ CPMന്റെ കോട്ടകളിലൊക്കെ വീണ്ടും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. മണലൂരിൽ LDF മുന്നിലാണ്. പയ്യന്നൂരിൽ ഇപ്പോൾ 5740 വോട്ടിന്റെ മാത്രം ലീഡാണുള്ളത്. കുറെയാണ്. തൃത്താല മറ്റേ തളിപ്പറമ്പിൽ ഗോവിന്ദൻ ലീഡ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോഴും ലീഡ് കുറയുന്നു. എന്താ വലിയ കോട്ടകളിലൊക്കെ 100 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. 80 സീറ്റുകളിൽ AADMK, 53 സീറ്റുകളിൽ MK സ്റ്റാലിൻ മൂന്നാം സ്ഥാനത്ത്. സെഞ്ചുറി അടിച്ചാച്ചു. ഇതൊരു മര്യാദ. ഓ നമ്മുടെ അരവിന്ദൻ എവിടെ? സെഞ്ചുറി അടിച്ചാച്ചു. അറസിയാൽ ഗലാട്ട നാട്ടകത്തിലോ വാസവൻ കരയത്തില്ലായിരിക്കും. രാഷ്ട്രീയക്കാരൊന്നും സംഭവിക്കില്ല. പക്ഷേ സർക്കാർ ഉണ്ടാക്കുമെന്ന് TVK അരവിന്ദ് അരവിന്ദ് എന്നോട് പറഞ്ഞാണ് അവിടെ വിജയ് ഒന്നും ഉണ്ടാക്കത്തില്ലെന്ന്. വിജയ് മുഖ്യമന്ത്രി അരവിന്ദ് ഏട്ടാ അവിടെ അരവിന്ദ് പറഞ്ഞ എന്താ അറിയോ? വിജയ് ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വിജയ് മുഖ്യമന്ത്രി അന്തമാതിരി சொல்லக்கூடாது. அது வந்து பைத்தியம். அப்படி சொல்லக்கூடாது. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് 2077 വോട്ടുകൾക്ക് മുന്നിലാണ്. പത്തനാപുരത്ത് പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല 2597 വോട്ടുകൾക്ക് മുന്നിലാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പത്തനാപുരത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ വീട് നിലനിൽക്കുന്നത്. അതെ, നിങ്ങളുടെ വീടുകൾ. റോഷിയുടെ പൈപ്പ് പൊട്ടി. റോഷിയുടെ പൈപ്പ് മിക്കവാറും പൊട്ടിയോ? റോഷിയുടെ ലീഡ് അവിടെ UDF ലീഡ് 5234 മൂന്നാം റൗണ്ട്. മൂന്നാം റൗണ്ടിൽ 5234 പിന്നെ മറിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാ. മിക്കവാറും റോഷിയുടെ പൈപ്പിൽ ലീക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തും സംഭവിക്കാം. വർക്കലയിൽ വിജോയുടെ ലീഡ് കുറയുന്നു എന്നുള്ള വിവരങ്ങൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ആകെ മണ്ഡലങ്ങൾ 140. ഇതിൽ UDF 88, LDF 49, NDA 3. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മണ്ഡലങ്ങളിൽ ആരാണ് ലീഡ് ചെയ്യുന്നത് അറിയാൻ നിങ്ങൾ തൊട്ടു താഴെ നോക്കിയാൽ മതി. ഇടുക്കി, പീരുമേട്, പാലാ, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി. റോയ് പൗലോസ്, അഡ്വക്കേറ്റ് ശ്രീ തോമസ് മാണി, ചിക്കാപ്പൻ, അഡ്വക്കേറ്റ് മോഹൻ ജോസഫ്, P. പ്രസാദ്, നാട്ടകം സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടികുമാർ, അഡ്വക്കേറ്റ് ജോബ് മൈക്കൽ, റോണി കെ ബേബി. വായിച്ചിൽ അങ്ങ് മറന്നു പോകും. VD സതീശൻ ബഹുദൂരം മുന്നിൽ. പറവൂരിൽ സതീശൻ പറവൂരിൽ മുന്നിൽ. അവിടെ പറവൂരിൽ മുന്നിൽ. പറവൂരിൽ അല്ല മറ്റേ എവിടെ അതായത് ഒരു ഈ പറയുന്ന ഗുജറാത്തിൽ 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. എന്ത് കാര്യം? അതെ, ഇവിടെ ദിമാഗ് ഖറാബായിക്കൊണ്ടിരിക്കുക. വിജയുടെ ഇടപാട് കുറച്ച് ആരും വിചാരിച്ചില്ല. മാത്രമല്ല അരവിന്ദേട്ടൻ പറഞ്ഞത് വിജയ് ഒന്നും ചെയ്തത്. ഞാൻ പറഞ്ഞു സമാധാനമായിട്ട് പറയാം. കായംകുളത്ത് നമ്മുടെ UDF സ്ഥാനാർത്ഥി M. ലിജു 1327 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുക. ഈ രീതി പറയണമെന്നാണ് ചാനലുകാർ പറയുന്നത്. എന്തിനാണ് നിലവിളിക്കുന്നത്? LDF സ്ഥാനാർത്ഥി U. പ്രതിഭയാണ്. U. പ്രതിഭ ആദ്യഘട്ടത്തിൽ ലീഡ് ഉയർത്തിയിരുന്നു, പിന്നെ ലീഡ് താന്നു പോയി.
എനിക്കൊരു കുറിപ്പ് കിട്ടി. മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്നിലാണ്. എവിടെ പറഞ്ഞിട്ടുണ്ടോ നമ്മളറിയാം. കുറച്ച് നേരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ അതെ. അവിടെ ആ റോയിക്ക് പൗലോസിന്റെ ധൈര്യം 2 ദിവസത്തേക്ക് മുമ്പ് തന്നെ വണ്ടി പിടിച്ചിട്ട് സ്വീകരണം ഏറ്റുവാങ്ങാൻ പോകുന്നു. ഞാൻ വിചാരിച്ച വണ്ടിയുടെ ടയർ പഞ്ചറായി. നോക്കുമ്പോൾ ടയറൊക്കെ ഓക്കെ. P. Prasad back on track. back on track. Ashmi, I am very happy now. Why? കാരണം അറിയോ, എപ്പോഴും ഫലിതം പറയാൻ ഇഷ്ടമുള്ള നമ്മുടെ PK ബഷീർ ഉണ്ട്. അങ്ങേര് 7360 മുന്നിലാണ്. നിയമസഭയിൽ അങ്ങനെ എഴുന്നേറ്റ സ്പീക്കർ ഉൾപ്പെടെ ചിരിക്കും. വീണ്ടും കുതിരപ്പുറത്ത് വീടി വരട്ടെ. ഇങ്ങനെ കുതിരയെ കുലുക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം. എന്തൊരു ഉന്മേഷമാണ്. കുതിരയെ കെട്ടുവാൻ, മാർഗം മുടക്കുവാൻ. ധർമ്മടത്തുനിന്ന് ഒരു ശബ്ദം വരണ്ടായിരുന്നു. വെള്ളക്കുതിര ഹരിപ്പാട് 7383 RC 7383 7000 വോട്ട് 7383 വോട്ടോ. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്, രമേശ് ചെന്നിത്തല. ബാലുശ്ശേരിയിൽ LDF കോട്ടയിൽ UDF 3937 PT സൂരജ് മുന്നിൽ. എല്ലാ കോട്ടകളും പൊടിഞ്ഞെടുക്കുന്ന സ്കാൻ. നമ്മുടെ കളമശ്ശേരിയിൽ നിന്നൊരു ദുഃഖഗീതം. നമ്മുടെ അബ്ദുൽ ഗഫൂർ സ്ഥാനാർത്ഥി. അദ്ദേഹം 1433 വോട്ടിന് പിന്നിലാണ്. കളമശ്ശേരിയിൽ വ്യവസായ വകുപ്പിന് തകർച്ച. ആരോഗ്യവകുപ്പിന് മരുന്ന് കിട്ടാനില്ല. അവിടെ അവിൻ വർക്കി 3600. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് ചെയ്യുന്നു 682 വോട്ടുകൾ. വട്ടിയൂർക്കാവ് മുരളീധരൻ ലീഡ് ചെയ്യുന്നു 682 വോട്ടുകൾക്ക്. അരുവിക്കര LDF തിരിച്ചുപിടിക്കുന്നു. G. സ്റ്റീഫൻ 241 വോട്ടുകൾക്ക് അവിടെ ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് നമ്മൾ മുൻപ് പറഞ്ഞു ആകെ 13 സീറ്റ് 11 UDF. തലശ്ശേരി കാരായി രാജൻ. അവർ കാരായി രാജൻ 11122 വോട്ടുകൾക്ക് മുന്നിൽ. 11100 കാരായി രാജൻ. ധർമ്മടത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നിലാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരോടാ? റഷീദിനോട്. തിരുവല്ലയിൽ മുൻ ജലഗതാഗത വകുപ്പ് മന്ത്രിക്ക് പ്രശ്നം. അനൂപ് ആന്റണി 2824 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവല്ലയിൽ എന്ന് പറഞ്ഞാൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് അനൂപ് ആന്റണി ലീഡ് ഉയർത്തുകയാണ്. ഒരുപക്ഷേ ഷിബു ബേബി ജോൺ ചില്ലറക്കാരനല്ല. ചവറ 6000 വോട്ട് കടന്നു. ചവറും ചവറല്ല. ചവറയല്ല. അതല്ല ചെറിയ മീനല്ല. ഷിബു ബേബി ജോൺ. മിസ്റ്റർ ഷിബു ബേബി ജോൺ. കൊല്ലത്ത് ബിന്ദു കൃഷ്ണൻ 4031 വോട്ട്. UDF കുണ്ട്രയിൽ PC 4204 വോട്ട്. വട്ടിയൂർക്കാവിൽ ശാന്തൻ. വട്ടിയൂർക്കാവിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ കെ മുരളീധരൻ 682 വോട്ട്. ഡൽഹി AICC ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ ആഘോഷം. താനൂരിൽ ചരിത്രപൂർവ്വം നേടുന്ന PK നവാസ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം UDF വലിയ കോൺഫറൻസ് മാത്രം. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ UDF പൂത്ത തമിഴ്നാട്ടിലേക്ക് വളരെ വേഗം പോട്ടെ. MK സ്റ്റാലിനെയും ഉദയനിധിയും പിന്നിലാക്കിയത് ആരാണെന്ന് അറിയുമോ? TVK സ്ഥാനാർത്ഥികളാണ്. രണ്ടുപേരും പിന്നിലാക്കിയത് TVK വിജയുടെ വിജയുടെ വിജയ് അവിടെ അത്ഭുതം ഉണ്ടോ കേട്ടോ. അത്ഭുത വിജയ്. ഈ വിജയുടെ എല്ലാ പടവും ഞാൻ കാണുമായിരുന്നു. ചുമ്മാല്ല അവിടെ കേവലം സിനിമക്കാരനായി വന്ന് രാഷ്ട്രീയക്കാരനായി ആദ്യ ഊഴത്തിൽ മുഖ്യമന്ത്രി ആകാൻ പോവാ വിജയ്. ചെറിയ കളിയാണോ സ്കേൻ? ഒന്നും സംഭവിച്ചില്ല. വിജയ് അടിച്ചു കയറി. ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരെ അടിച്ചു കയറി. എന്തോ വലുതാണ്. ഒരു കാര്യമുണ്ട്, പുള്ളി നിലം തൊടുത്തൊന്നും അരവിന്ദനെ കണ്ടാ മിണ്ടരുത് വിജയ് അല്ലേ? അതെ പ്രിയപ്പെട്ട വിജയ്. ഇവിടെ അരവിന്ദേട്ടൻ പറഞ്ഞു വിജയ് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ ആളാണ് അരവിന്ദേട്ടൻ. ഞാൻ അപ്പോഴേ പറഞ്ഞു, പക്ഷെ അരവിന്ദേട്ടൻ കേട്ടില്ല. അതുകൊണ്ട് കണ്ടാ മിണ്ടരുത്. നമ്മുടെ അരവിന്ദേട്ടൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.